നമസ്കാരം. തിരുപ്പതി ഭഗവാന്റെ ഏറ്റവും പ്രധാന നിവേദ്യമായ തിരുപ്പതി ലഡുവിൽ മൃഗക്കഴുപ്പ് കണ്ടു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. വളരെ പവിത്രമായി ഭക്തർ സേവിക്കുന്ന പ്രസാദത്തിൽ നടത്തിയ പരിശോധനയിൽ മൃഗക്കഴുപ്പ് കണ്ടതെന്ന ആരോപണം സെപ്റ്റംബർ 18-നാണ് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉന്നയിക്കുന്നത്. YSRCPയുടെ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് നെയ്യിനു പകരം വിതരണക്കാർ കൊണ്ടുവന്ന മൃഗക്കൊഴുപ്പ് കൊണ്ട് ലഡു ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. YSRCP ചന്ദ്രബാബുവിൻ്റേത് നിന്ദ്യമായ ആരോപണങ്ങളാണ് എന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തു നിന്നും ശേഖരിച്ച പ്രസാദം ഗുജറാത്തിലെ ഒരു ഗുണപരിശോധനാ കേന്ദ്രത്തിൽ പരിശോധിച്ചതിനെ തുടർന്നാണ് പ്രസാദത്തിൽ മാംസക്കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ബീഫിന്റെയും പന്നിയുടെയും കൊഴുപ്പ്, മീനെണ്ണ തുടങ്ങിയവയുടെ സാന്നിധ്യം ഈ പ്രസാദത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ വാർത്ത ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ആന്ധ്ര IT മന്ത്രിയുമായ ലോകേഷും എക്സിൽ പങ്കുവച്ചിരുന്നു. ജൂലൈ 9-ന് നൽകിയ സാമ്പിളിന്റെ ജൂലൈ 16-ന് വന്ന റിസൾട്ടിലാണ് ഗുരുതരമായതും രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതുമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. ഇത്തരത്തിലുള്ള നെയ്യ് വിതരണത്തിനായി മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പരിശോധനയിൽ പരാജയപ്പെട്ടതുമൂലം തിരിച്ചയച്ചിട്ടുണ്ട് എന്നും പറയുമ്പോൾ അത് ആര് കൊണ്ടുവന്നു, അവർക്കെതിരെ അന്ന് എന്ത് നടപടിയെടുത്തുവെന്നും മുൻ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഏറ്റവും താഴ്ന്ന വിലയിൽ നെയ്യ് ലഭ്യമാക്കുന്ന ഈ സംവിധാനം തന്നെ കലർപ്പിനായി വിതരണക്കാരനെ പ്രേരിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്ന വിതരണക്കാരന് ഒരിക്കലും പങ്കെടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി ഗുണനിലവാരം പണയം വെച്ച് നടത്തുന്ന ഇത്തരം ലാഭക്കളികൾ ആരാധനാലയങ്ങളിൽ പിന്തുടരുന്നത് ഭക്തജനങ്ങളോടുള്ള അവിശ്വാസികളായ ക്ഷേത്ര ഭരണക്കാരുടെ വെല്ലുവിളിയാണ്. 5 ലക്ഷം കിലോ നെയ്യ് വർഷാവർഷം വേണ്ടിവരുന്ന തിരുപ്പതി ദേവസ്ഥാനത്തിന് ഗുണനിലവാരം പുലർത്തും എന്നുറപ്പുള്ള രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളിൽ നിന്നും മാത്രം എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചുകൂടാ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് മതപരിവർത്തനം ആസൂത്രിതമായ രീതിയിൽ തന്നെ നടന്നു പോന്നിരുന്നുവെന്നും പല മറ്റു മതക്കാരും വ്യാജ പേരുകളിൽ തിരുപ്പതി ക്ഷേത്ര നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നു എന്നുമുള്ള ആരോപണങ്ങൾ ദിവസേന ഉയർന്നു കേട്ടിരുന്നതാണ്. ക്ഷേത്ര വരുമാനം ഹിന്ദു ക്ഷേമത്തിനല്ലാതെ വകമാറ്റി ചിലവാക്കിയ ആരോപണങ്ങളും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള വൻ ചതികൾ ആസൂത്രണം ചെയ്ത് ക്ഷേത്രശക്തി ശോഷിപ്പിക്കുവാനും ഹിന്ദു ധർമ്മങ്ങളെ നാശോന്മുഖമാക്കുവാനും നടത്തിവരുന്ന ഗൂഢതന്ത്രങ്ങൾക്ക് ഹിന്ദു സമൂഹം ശക്തമായി തടയിട്ടേ തീരൂ. തിരുപ്പതി ക്ഷേത്രത്തിൽ നടന്ന ഈ കടുത്ത അന്യായത്തിൽ പ്രതിഷേധിച്ച് രാജ്യം ഒട്ടാകെ കനക്കുന്ന പ്രതിഷേധാഗ്നി ആളിപ്പടരേണ്ടിയിരിക്കുന്നു. ജയ് ഹിന്ദ്.